ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് 3 കേക്കുകളുടെ വർക്കാണ് കേട്ടോ ഉള്ളത്. ഈ മൂന്നിൻ്റെ ഒരു കോമൺ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 3 കേക്കുകൾ നമുക്ക് ഡ്രിപ്പിംഗ് വരുന്ന രീതിക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ആദ്യത്തെ കേക്ക്. ഇതൊരു ½ kg വെയിറ്റ് ചെയ്യുന്ന ബ്ലൂബെറി ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് അത്യാവശ്യം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഗനാഷ് ഡ്രിപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് 2 രീതിക്ക് ചെയ്യാറുണ്ട്. ഒന്നുകിൽ വൈറ്റ് ക്രീമിൽ തന്നെ കേക്ക് കംപ്ലീറ്റ് ഫിനിഷ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ആ ഒരു ഗനാഷായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ച് ചെയ്യാറുണ്ട്. ക്രീമിൽ കളർ ചേർത്തിട്ട് നമ്മൾ ഡ്രിപ്പിംഗ് വൈറ്റ് ഷെയ്ഡിൽ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു ഷെയ്ഡിൽ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതേശം നമ്മൾ കേക്കിൻ്റെ ടോപ്പിലും സൈഡ്സിലെല്ലാം ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ഒന്ന് ഡ്രിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ആക്കാണ്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഈ ഡ്രിപ്സ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രിപ്പിംഗൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1 kg വെയിറ്റ് വരുന്ന റെഡ് ബി ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. അത് നമ്മൾ സെയിം കളറൊക്കെ ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് 3 ഷെയ്ഡ്സ് കൊടുക്കുന്നുണ്ട്. ഒരു കോഫി ബ്രൗൺ ഷെയ്ഡും പിന്നെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കളറ്, ഈ 3ഉം കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ സൈഡ്സിലെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഡ്രിപ്പിംഗ് കൊടുത്ത മാതിരി സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഡ്രിപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഡ്രിപ്സൊക്കെ നല്ല പെർഫെക്റ്റ് ലുക്കിൽ കിട്ടുമ്പോഴത്തേക്കും കാണാൻ തന്നെ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുണ്ടായിരുന്നത് ഒരു ½ kg വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അന്നേരം നമ്മുടെ ചോക്ലേറ്റ് ഇരുന്നിട്ട് ഒന്ന് തിക്കായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രിപ്പിംഗ് കൊടുക്കാൻ നോക്കുന്ന സമയത്ത് കേക്കിൻ്റെ ടോപ്പിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് തിക്കായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ എടുത്തിട്ട് ആ ഗനാഷ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്തിന് അത് മെൽറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോപ്പും മാറ്റാനായിട്ട് നിന്നില്ല, സമയം വളരെ കുറവായുണ്ട്. ഞാനത് മാറ്റാനൊന്നും നിന്നില്ല. അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു നമ്മുടെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മോശമില്ലാത്ത രീതിക്ക് നമുക്കത് കിട്ടിയേ. എന്നിട്ട് നമ്മൾ സൈഡ്സിലെല്ലാം ഇതുപോലെ ഒന്ന് ഡ്രിപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ടേ. നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല ഫ്രീസായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചോക്ലേറ്റ് അതിലോട്ട് അങ്ങായി സ്റ്റിക്കായതാണ് കേട്ടോ. അതാണ് നമുക്ക് നന്നായിട്ട് ഡ്രിപ്പിംഗ്, അല്ലെങ്കിൽ കേക്കിലോട്ട് നന്നായിട്ട് ഡ്രിപ്പ് ഒലിച്ചിറങ്ങാറുണ്ട്. പക്ഷേ ഇത് അത്രയൊന്നും ഇല്ല. കേക്കിൻ്റെ ടോപ്പ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് താഴേക്ക് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. തീരെ ഒലിച്ച് അങ്ങ് ഇറങ്ങി പോകുന്നതിനേക്കാളും ഭംഗിയായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ആ കേക്ക് റൈറ്റിങ്സൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബ്ലൂബെറി കേക്കാണ് കേട്ടോ. അതും ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ചോക്ലേറ്റ് ഗാർണിഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഗനാഷ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കേക്കിൽ റൈറ്റിങ്സൊക്കെ കൊടുക്കുന്നത്. നമുക്ക് റൈറ്റിങ്സ് കൊടുക്കാനായിട്ട് ഏറ്റവും കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫോണ്ടൻറ്റ് ഷീറ്റാണ് കേട്ടോ. അല്ലാണ്ട് വിപ്പിംഗ് ക്രീമിൽ എഴുതുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ കാണാനായിട്ട് ഏറ്റവും നന്നായി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗനാഷ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും പ്രശ്നമാണ് കേട്ടോ. ചില സമയത്ത് നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് എഴുതി പോകാനായിട്ട് പറ്റും. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഭായിജാനം എന്നായിരുന്നു കേട്ടോ എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ റെഡ് ബി കേക്കിൻ്റെ ആ ഒരു ഫൈൻ ലുക്ക്, ഒരു ഫ്ലവർ, കുറച്ച് ലീവ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക.